ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങ. ഓ തമിഴാണല്ലേ. ഇങ്ങേ ഇങ്ങ ഇങ്ങാട്. തനിക്കെന്താ ചെവി കേട്ടൂടെ? എനിക്ക് ചെവി കേട്ടെന്ത് കാര്യം? ഈ പോത്തിന് മനസ്സിലാകണ്ടേ? അല്ലേലും ചില പോത്തുകൾ അങ്ങനെയാണ്, മറ്റുള്ളവരുടെ ജീവിതവും വഴിയും മുടക്കി അങ്ങനെ നിൽക്കും. ഇപ്പൊ പാറുവിന്റെ കാര്യം തന്നെ എടുക്കും. പണ്ടെങ്ങാണ്ടൊരു കല്യാണം മുടങ്ങിപ്പോയെന്ന് പറഞ്ഞ് ഇപ്പൊ കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ് നിൽക്കുകയല്ലേ. ഇപ്പോഴും നല്ല പ്രായത്തിൽ തന്നെയാണ്. നമുക്കിവിടെ ഇങ്ങനെ ആലോചിക്കാൻ കേട്ടാ. ഈ തിരുപ്പതി മൂപ്പനാരെന്ന് കേട്ടണ്ട? നമ്മുടെ തേവാരകളൊക്കെ വലിയ പുള്ളിയാ. അയ്യാക്കൊരു മകനുണ്ട്, ഒരു 6 അടി പൊക്കത്തൊരു പീസ്. ഇൻട്രസ്റ്റ് ഉണ്ടേ പറ, നമുക്ക് ആലോചിക്കും. എന്നെ കല്യാണം കഴിപ്പിക്കാൻ ഇയാൾക്കെന്താ അത്ര നിർബന്ധം? അയ്യോ, നീ പെറ്റ് കിടക്കണ കാണാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല. നീ ഇങ്ങനെ നിൽക്കണ കാരണം ഒരുത്തി ജീവിതം മുട്ടി നിൽക്കുകയാണ്. അവിടെ കഴുത്തി താലി കെട്ടിയാ കെട്ടിയവനെ തേവര് തട്ടുവന്നു. എങ്കിൽ അതൊന്നും കാണണമല്ല. എന്റെ കൂട്ടുകാരൻ അവളെ കെട്ടാൻ പോയാണ്. അതങ്ങനെ എളുപ്പത്തിൽ നടക്കൂന്ന് കരുതണ്ട. ഒരിക്കൽ താലി കെട്ടിയവൻ ജീവിച്ചിരിക്കുമ്പോ അവൻ രേഖാമൂലം ബന്ധം വേർപെടുത്താതെ മറ്റൊരാളെങ്ങനെയാ അവളുടെ കഴുത്തി താലി കെട്ടുന്നത്? തേവാര് താലി കഴിക്കാൻ പറഞ്ഞപ്പോ അഴിച്ച കൊഞ്ഞാണല്ലേ അവൻ. ആ ബന്ധം അതോട് തീർന്നു. പിന്നെ എന്ത് രേഖ? അല്ല പിന്നെ പാറുവിന് നിർബന്ധമാണെങ്കിൽ അത് ഒപ്പിക്കാം. അവന്റെ 7ാം വാരി നോക്കി ഒരു 4 വെടിവഴിപാട് കഴിച്ച ചുമന്ന കളറുള്ള രേഖ തന്നെ ഒഴുകി വരും. പാറു വണ്ടി വിടും. എന്ത് കാണാൻ നിൽക്കടാ പോത്തുകളെ, പോ.